ചേട്ടത്തെ ഏതായാലും നാട്ടിൽ പോയി 1-2 ആഴ്ച നിന്നിട്ട് വരായിരുന്നില്ലേ? ചേട്ടത്തെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ തന്നെ ബൈനാക്കുലറൊക്കെ ആയിട്ട് ഒരു രസമല്ലേ കാണാൻ. ആ കുരിയച്ചൻ കാണാത്ത ഇനമില്ല നായ്ക്കളില്. എന്നാലും എല്ലാം തികഞ്ഞു ഒന്നിനെ കിട്ടുന്നില്ലല്ലോ എന്ന് പരാതിയാ. കുരിയച്ചനെ കിട്ടാത്തനുണ്ടോ? കിട്ടിയില്ലേലും ലക്ഷണമുള്ള ഒന്നിനെ ശീലിപ്പിച്ചെടുക്കാന്ന് പറയും എപ്പോഴും. എന്നിട്ട് ശീലിപ്പിച്ചെടുക്കാൻ പറ്റിയോ? പറ്റിയില്ലെന്നാ കരുതിയിരുന്നേ. നീ ആരാന്നറിയും വരെ. മക്കള് പോലും കുരിയച്ചന് ഇത്രയും വില കൊടുത്തിട്ടില്ല. കൂറുള്ള വട്ടുകളുണ്ട്. എത്ര നാളിങ്ങനെ തങ്ങാന്നാ കരുതുന്നേ? നന്നായി നടക്കുന്നവരാ. നമ്മൾ ചേട്ടത്തിയുടെ വീട്ടിൽ പോയത് പിയൂസിനെ തപ്പിയാണ്. എന്തിന്? കുരിയച്ചനിലേക്കുള്ള ഒരു ലീഡ് കിട്ടാൻ. ആക്ച്വലി നമുക്ക് വേണ്ട ആൻസേഴ്സ് ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്നെ എന്തേലും ചെയ്യാന്നുണ്ടോ ഉള്ളില്? കാരണം ഉണ്ടാവുന്നവരെ എൻ്റെ ആവശ്യമില്ല. കാരണം ഉണ്ടായാ ചില നായ്ക്കൾക്ക് ഒറ്റ മാസ്റ്റർ ഏട്ടത്തി. പിയൂസ് ഇവിടെ ആദ്യം ജോലിക്ക് വന്ന സമയത്ത് നായ്ക്കൾ ഓടിച്ചിട്ട് മരത്തിൽ കയറിയ കഥ പറഞ്ഞ ഓർമ്മയില്ലേ? മരത്തിൽ അവൻ തന്നെ കയറിയത് അല്ലേ? പക്ഷെ തിരിച്ചിറങ്ങാൻ ചേടത്തി വരുന്നതുവരെ അവൻ ആ കൊമ്പിൽ അങ്ങനെ ഇരിക്കേണ്ടി വന്നു. പട്ടികൾക്ക് ചേടത്തിയോടുള്ള അനുസരണ നമ്മളൊന്ന് കണ്ടതാണോ? സാറിന്റെ ഊഹവും ദിവസമൊക്കെ ഓക്കെ. പക്ഷെ സാറിന് ശരിക്കും കുര്യച്ചനെ അറിയത്തില്ല. ഇത്രയും ത്യാഗം സഹിച്ച് പിടിച്ചു കെട്ടിയ പോലെ ഏതെങ്കിലും ഗുഹയെ പൊളിച്ചിരിക്കാനൊന്നും കുര്യച്ചൻ നിൽക്കില്ല. കുറച്ചു ദിവസത്തേക്കാണ് പിന്നെ ഓക്കെ. പോയി തങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം, താൻ പറഞ്ഞതുപോലെ കുറച്ചു ദിവസത്തേക്ക്. പക്ഷെ കാവലിനെന്നും പറഞ്ഞ് കുര്യച്ചൻ വിശ്വസിച്ച് നിർത്തിയ നായ്ക്കള് ആക്ച്വലി അയാളുടെ കൺട്രോളിലല്ലെങ്കിലോ? ഈ പറയുന്ന ഗുഹയിൽ നിന്ന് അയാൾ തിരിച്ച് പുറത്തിറങ്ങണോ വേണ്ടയും തീരുമാനിക്കേണ്ടത് കുരിയച്ചനല്ലെങ്കിലോ?
Sometimes protection and restriction, they both look the same.